നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം. 5 പേർ മരിച്ചു, 25 പേർക്ക് പരിക്കേറ്റു. പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം. ഗുഡ്സ് ട്രെയിനും കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 2 ബോഗികൾ പാളം തെറ്റി. വലിയ അപകടമാണ് നടന്നതെന്നാണ് വിവരം. പോലീസും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തേക്ക് പുറപ്പെട്ടെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അറിയിച്ചു. അപകടത്തെ തുടർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് വിവരം. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. എക്സ്പ്രസ് ട്രെയിനിന്റെ 3 ബോഗികളാണ് പാളം തെറ്റിയതെന്ന് പോലീസ് പറഞ്ഞു. ഫ്രിഡ്ജിൽ ബീഫ് കണ്ടെത്തി. മധ്യപ്രദേശിൽ 11 വീടുകൾ ഇടിച്ചു നിരത്തി. അനധികൃത നിർമ്മാണമെന്ന് വിശദീകരണം. മധ്യപ്രദേശിലെ മൗണ്ടയിൽ ഫ്രിഡ്ജിൽ ബീഫ് കണ്ടെത്തിയതിന് പിന്നാലെ 11 വീടുകൾ ഇടിച്ചു നിരത്തി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് വീടുകളിലെ ഫ്രിഡ്ജിൽ നിന്നും ബീഫ് കണ്ടെത്തിയത്. സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറി നിർമ്മിച്ച വീടുകളെന്ന് ആരോപിച്ചാണ് നടപടി. നയൻപൂരിലെ ബൈൻവാഹിയിൽ വൻതോതിൽ പശുക്കളെ കശാപ്പിനായി ബന്ദികളാക്കിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തിയിരുന്നു. സ്ഥലത്ത് നിന്ന് 150 പശുക്കളെ കണ്ടെത്തി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു. പശുക്കളെയും പോത്തിറച്ചിയെയും കണ്ടെത്തിയതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തതായും ബാക്കിയുള്ള 10 പേർക്കായി തിരച്ചിൽ നടക്കുന്നതിനിടെ പ്രതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതായും SP പറഞ്ഞു. കുർബാന തർക്കം വൈദികരെ പുറത്താക്കിയാൽ എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര കത്തോലിക്ക സഭയായി മാറും. വിമതപക്ഷം. കുർബാന തർക്കത്തിൽ സീറോ മലബാർ സഭ പിളർപ്പിലേക്ക്. സിനഡ് കുർബാന ചൊല്ലാത്തതിന്റെ പേരിൽ വൈദികരെ പുറത്താക്കിയാൽ എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര കത്തോലിക്ക സഭയായി മാറുമെന്നാണ് വിഘടിത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇക്കാര്യം മേജർ ആർച്ച് ബിഷപ്പിനെയും സഭാ നേതൃത്വത്തെയും അറിയിച്ചു. സിനഡ് കുർബാന എന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ അന്ത്യശാസനം തള്ളിക്കളയുന്നെന്നും കടുത്ത നടപടികളിലേക്ക് പോയാൽ അതിരൂപതയുടെയും പള്ളികളും സ്വത്തുക്കളും സ്വതന്ത്ര സഭയുടെ ഭാഗമായി മാറുമെന്നും വിഘടിത വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. കാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. വടക്കൻ കാശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിലെ അരഖാം മേഖലയിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. രാത്രി നടന്ന ഏറ്റുമുട്ടലിൽ ഒരു അജ്ഞാത ഭീകരൻ കൊല്ലപ്പെട്ടതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് 2 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു. ആന്ധ്രയിൽ നിന്ന് വന്ന ആഡംബരക്കാർ കൊല്ലത്ത് പരിശോധനയിൽ കണ്ടെത്തിയത് 25 കിലോ കഞ്ചാവ്. 2 പേർ പിടിയിൽ. കൊല്ലം പാരിപ്പള്ളിയിൽ കാറിൽ കടത്തിയ 25 കിലോ കഞ്ചാവ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. പാരിപ്പള്ളി സ്വദേശികളായ വിഷ്ണു, അനീഷ് എന്നിവരാണ് പിടിയിലായത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ആന്ധ്രയിൽ നിന്നും ആഡംബരക്കാരിൽ കടത്തിക്കൊണ്ടുവന്ന 25 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. പാരിപ്പള്ളി വർക്കല മേഖലയിൽ കഞ്ചാവിന്റെ മൊത്ത വിൽപ്പനക്കാരാണ് പ്രതികളെന്ന് എക്സൈസ് വ്യക്തമാക്കി. കുവൈറ്റ് തീപിടുത്തം. മരിച്ച തിരുവല്ല സ്വദേശി തോമസിന്റെ വീട്ടിലെത്തി നഷ്ടപരിഹാര തുക കൈമാറി MBTC. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശി തോമസിന്റെ വീട്ടിലെത്തി നഷ്ടപരിഹാര തുക കൈമാറി NBTC മാനേജ്മെന്റ് പ്രതിനിധികളായ ഷിബി അബ്രഹാം, തോമസിന്റെ ഭാര്യ മറിയമ്മയ്ക്ക് നഷ്ടപരിഹാര തുകയായ 8 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു.
തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പാർട്ടി വോട്ടുകളുടെ ചോർച്ച പരിശോധിക്കാൻ കമ്മീഷൻ. CPM നേതൃയോഗം തുടരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പാർട്ടി വോട്ടുകളുടെ ചോർച്ചയെന്ന് CPIM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മണ്ഡലാടിസ്ഥാനത്തിൽ സമഗ്ര പരിശോധന നടത്താൻ CPIM സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായ ഇടങ്ങളിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ സാധ്യതയുണ്ട്. 20 മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതം അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് യോഗത്തിൽ നടക്കുന്നത്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ബീഹാറിൽ 13 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ബീഹാറിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന കണ്ടെത്തലുമായി ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം 13 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. 7 വിദ്യാർത്ഥികൾക്ക് അടിയന്തരമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ ഉടനെ വ്യക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പന്തളം മാന്തുകയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 4 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. MC റോഡിൽ പന്തളം മാന്തുകയിൽ വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ചെങ്ങന്നൂർ ബുധനൂർ സ്വദേശി പ്രസന്നനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറും എതിർദിശയിൽ വന്ന ലോറിയും തമ്മിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 5:45 ദാരുണ സംഭവം. കാറിലുണ്ടായിരുന്ന പ്രസന്നൻ, ഭാര്യ ജയ, മക്കൾ അനുപ്രിയ, ദേവപ്രിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ പ്രസന്നൻ, ജയ എന്നിവരുടെ നില ഗുരുതരമാണ്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. പവന് 160 രൂപ കുറഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്ന് വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. 1 ഗ്രാം സ്വർണത്തിന് 20 രൂപ കുറഞ്ഞ് 6630 രൂപയിലും പവന് 160 രൂപ കുറഞ്ഞ് 53040 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.